നമസ്കാരം. ഗസ വെടിനിർത്തൽ കരാർ നീട്ടുന്നത് സംബന്ധിച്ച് കെയ്റോയിൽ ചർച്ച നടക്കാനിരിക്കെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രായേൽ തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ്. രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഹമാസും രംഗത്തെത്തുകയാണ്. ഒക്ടോബർ 7 നടന്ന ഹമാസ് ആക്രമണം തടയുന്നതിൽ ഇസ്രായേൽ പൂർണ്ണമായും പരാജയപ്പെട്ട സൈന്യത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഗസയിൽ അടുത്തഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് ഹമാസ് സന്നദ്ധത അറിയിച്ചെങ്കിലും ആദ്യഘട്ട കരാർ നീട്ടിയാൽ മതി എന്ന നിലപാടാണ് ഇസ്രായേലിനുള്ളത്. 1 മാസമോ അതിൽ കൂടുതലോ കരാർ നീട്ടാൻ സന്നദ്ധരാണ് എന്ന് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായാണ് റിപ്പോർട്ടിലുള്ളത്. നാളെയാണ് കരാർ പ്രകാരം ആദ്യഘട്ട വെടിനിർത്തൽ സമയപരിധി അവസാനിക്കുക. കൂടുതൽ ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ കരാർ നീട്ടുന്നതിലൂടെ കഴിയുമെന്നാണ് ഇസ്രായേൽ വിലയിരുത്തലുള്ളത്. ഗസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേൽ തന്നെ തയ്യാറാകില്ലെന്ന സൂചനയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്നും നാളെയുമായിട്ടാണ് കൈറോയിൽ നടക്കുന്ന ചർച്ചകളൊക്കെ തന്നെയും ഹമാസ് നിലപാട് നിർണായകമാകുന്നതും. ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ബന്ദികളുടെയും ഫലസ്തീനികളുടെയും കൈമാറ്റം പൂർത്തിയായതിനു പിന്നാലെയാണ് ഇസ്രായേൽ നിലപാട് കടുപ്പിച്ചത്. ഗസയിൽ ഹമാസിന്റെ സൈനിക ശേഷി തകർക്കുമെന്നും എല്ലാ ബന്ദികളെയും തിരികെ അയക്കെത്തിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ആവർത്തിച്ചു. കഴിഞ്ഞ ദിവസം 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസും 600-ലേറെ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും കൈമാറി. ഇസ്രായേൽ വിട്ടയച്ച ഫലസ്തീനികളെ തെക്കൻ ഗസയിലെ ഖാൻ യൂനീസിലും ജനക്കൂട്ടം സ്വീകരിച്ചു. ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 8 മൃതദേഹങ്ങൾ ഉൾപ്പെടെ 33 ബന്ദികളെ ഹമാസും 2000 ഫലസ്തീനികളെ ഇസ്രായേലും കൈമാറി. ഇനി 59 ബന്ദികളാണ് ഹമാസിന് കയ്യിലുള്ളത്. ഇവരിൽ 32 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇതിനിടെ ഒക്ടോബർ 7 ഹമാസ് ആക്രമണം പ്രതിരോധിക്കുന്നതിൽ ഇസ്രായേൽ സമ്പൂർണ്ണ പരാജയം തന്നെ നേരിട്ടതായി വ്യക്തമാക്കുന്നു. സൈനിക അന്വേഷണം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതാണ് പറയുന്നത്. വൈകാതെ തന്നെ 620 ഫലസ്തീൻ തടവുകാരെയും സ്ത്രീകളെയും കുട്ടികളും അടങ്ങുന്ന പുതിയ ബാച്ചിലെ സമാന എണ്ണം തടവുകാരെയും ഇസ്രായേൽ മോചിപ്പിക്കും. ഇവരെ മോചിപ്പിച്ച ശേഷം 4 ബന്ദികളുടെ മൃതദേഹം കൈമാറാൻ ഹമാസും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കരാർ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്, എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടുമില്ല. അതേസമയം പുതിയ കരാർ ഇസ്രായേൽ പാലിക്കുമെന്ന് മധ്യസ്ഥരിൽ നിന്ന് വ്യക്തമായ ഉറപ്പ് ലഭിച്ചെന്ന് ഹമാസ് വക്താവ് ഹസീം ഖാസിം പറഞ്ഞു. അതിനിടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാൻ അമേരിക്ക ശ്രമം തുടങ്ങിയതായി ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിട്ടുണ്ട്. അനുരഞ്ജന ചർച്ചകൾക്കിടയിലും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈനിക നടപടി കടുപ്പിക്കുകയാണ്. 50ഓളം പേരെ ഇന്നും ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ വിട്ടയക്കപ്പെട്ട തടവുകാരെയും കുട്ടികളെയും ഉൾപ്പെടെയാണ് ഇസ്രായേൽ സൈന്യം തടവിലാക്കിയത്. തുൽക്കറം, നൂർഷംസ്, നെബുലൻസ് ക്യാമ്പുകളിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം തുടരുകയാണ്. ഇസ്രായേൽ നിർത്തിവെച്ച ഫലസ്തീൻ തടവുകാരുടെ കൈമാറ്റത്തിന് ധാരണയായി. 620 തടവുകാരെയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പുതിയ ബാച്ച് തടവുകാരെയും കൈമാറിയതിനാണ് 4 ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹം ഹമാസും കൈമാറുന്നത്.